പരിഗണനയിലുണ്ടായിരുന്ന ബില്ലുകളിൽ ഒപ്പുവെച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലടക്കം 5 ബില്ലുകളിലാണ് ഗവർണർ ഒപ്പുവെച്ചത്. സർക്കാർ വിശദീകരണങ്ങൾ പരിശോധിച്ചാണ് രാജ്ഭവന്റെ നടപടി. ഇവരുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു സൂചിപ്പിച്ചതുപോലെ തന്നെ പരിഗണനയിലുള്ള ബില്ലുകളിൽ ഗവർണർ ഒപ്പുവെച്ചു കഴിഞ്ഞു. 5 ബില്ലുകളിൽ, സുപ്രധാനമായ 5 ബില്ലുകളിലാണ് ഗവർണർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. നമുക്കറിയാം, സംസ്ഥാനത്ത് ഗവർണറും സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ഒരു വലിയ പോര് നിലനിന്നൊരു സാഹചര്യമായിരുന്നു. അത് ഈ എഡ്യൂക്കേഷൻ ബില്ലുമായി, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ നിയമസഭകളിലെ ബില്ലുകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് തർക്കങ്ങൾ നിന്നിരുന്നത്. അത് ചില ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ 5 ബില്ലുകളാണ് പ്രധാനമായിട്ടും രാജ്ഭവൻ അംഗീകരിച്ചുകൊണ്ട് രാജ്ഭവനിൽ നിന്ന് ഉത്തരവ് വന്നിട്ടുള്ളത്. ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ, നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബിൽ, ക്ഷീരസഹകരണ ബിൽ, സഹകരണ ഭേദഗതി ബിൽ, അബ്കാരി നിയമ ഭേദഗതി ബിൽ തുടങ്ങിയ 5 ബില്ലുകളിലാണ് അംഗീകാരം നൽകിക്കൊണ്ട് രാജ്ഭവനിൽ നിന്നും ഉത്തരവ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഭൂപതിവ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് സഭയിൽ ആ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കൊടുവിലാണ് ആ ബില്ല് സഭയിൽ അംഗീകരിക്കുന്നത്. ഇരു കക്ഷികളും ഒരേ രീതിയിൽ ഏകകണ്ഠേനമായിട്ട് ആ ബില്ല് അവതരിപ്പിക്കുക, ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. തുടർന്നാണ് ആ ബില്ല് ഗവർണറുടെ പരിഗണനയിലേക്ക് പോകുന്നത്. പക്ഷേ ഗവർണർ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം കാരണമാണ് ബില്ലുകൾക്ക് അംഗീകാരം നൽകാത്തത് എന്നായിരുന്നു ഈ രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്കൊക്കെ ഒരു മറുപടിയാണ് ഇത്തരത്തിൽ ഗവർണറുടെ അല്ലെങ്കിൽ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളപ്പോൾ ഇതുവരെ ഒപ്പിടാതിരുന്ന എല്ലാ ബില്ലുകൾക്കും അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഭൂപതിവ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കൃഷിഭൂമി ഈ കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ പട്ടയഭൂമി അനുവദിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു ഈ ഭൂപതിവ് ഭേദഗതി ബില്ലിൽ വരുന്നത്. പക്ഷെ അത് മറ്റുള്ള സ്വകാര്യ വ്യക്തികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ബില്ല് സഭയിൽ കൊണ്ടുവന്നതെന്നായിരുന്നു എതിർപ്പ്. ആ ഒരു ചോദ്യം മറ്റുമൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശദീകരണം ആവശ്യപ്പെടലൊക്കെ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ വ്യക്തമായിട്ടുള്ള വിശദീകരണങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് വിശദീകരണങ്ങൾക്ക് തൃപ്തിയായതിനു ശേഷമാണ് ബില്ലുകൾക്ക് അനുമതി കൊടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുന്നായിട്ട് UGCയുമായി ബന്ധപ്പെട്ട ബില്ല് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നു. KP തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് വിവരങ്ങൾ നൽകിയത്.